ഹലോ ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഒരു അറബിക് സ്വീറ്റായ കുനാഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് ഓവൻ ഇല്ലാണ്ട് ഈസി ആയിട്ട് നമ്മുടെ പാനിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാമോളം ഫ്രോസൺ കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമ്മുടെ നൈസായിട്ടുള്ള സേമിയ ഇത് കിട്ടിയില്ല എങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട്, ലുലുവിലും നെസ്റ്റോയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാനൊരു 250 ഗ്രാം എടുത്ത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 100 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുത്ത് അതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബട്ടർ മെൽറ്റഡ് ആയിട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പം നല്ലപോലെ ഇത് ചെറിയ പീസുകളായി എടുത്ത് കുനാഫ ഡോ എടുത്തതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അപ്പം ഞാനിത് നന്നായിട്ട് ചെറുതാക്കിയിട്ടില്ല. ഇതിന് വേണമെങ്കിൽ മിക്സിയിലിട്ടും അടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അത്രയും പൊടിയേയും വേണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിനായിരിക്കും നല്ലതായിട്ട് വരിക. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആദ്യം ഞാൻ 1 കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഈ ക്രീമിൻ്റെ ടെക്സ്ചറിനനുസരിച്ച് നമുക്ക് മിൽക്കിൻ്റെ അളവ് ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു 1 to 2 കപ്പ് വരെ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ഞാൻ ആദ്യം കോൺഫ്ലോറിനെ ഒന്ന് കട്ടയില്ലാണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള പാലും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ഒരു ക്രീമി ടെക്സ്ചറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് മധുരം യൂസ് ചെയ്യുന്നില്ല, എങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടുമുണ്ട്. അപ്പം മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം നോക്കിയെടുക്കാം കേട്ടോ. അതാ ഈ ഒരു ടെക്സ്ചറായപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ക്രീം ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ മിൽക്കി മിസ്റ്റ് യൂസ് ചെയ്യാം, നാട്ടിലൊക്കെ അത് കിട്ടുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പുക്കിൻ്റെ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിൽ അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലപോലെ ചേർത്തതിന് ശേഷം മിക്സാക്കി നല്ലപോലെ നമ്മൾ ആ ചെറിയ ചൂടിൽ തന്നെയാണ് നമ്മൾ മിക്സാക്കിയിരിക്കുന്നത്. ഒരു 100 ഗ്രാം ചീസ് വരെ 100-150 ഗ്രാം ചീസോളം ചേർക്കാവുന്നതാണ്. ചീസ് കൂടുന്തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ അത്രയും ചേർത്ത് കൊടുത്തു. അതിനെ ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം കുറച്ചുകൂടെ എനിക്ക് ചീസ് വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വേറൊരു ചീസും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ ചീസും കൂടെ എടുത്തു, ക്രീം ചീസ് എടുത്തു. അതിൻ്റെ ഒരു 2 ടേബിൾ സ്പൂണാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചീസ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സാക്കി എടുക്കണം. ഈ ചീസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫിലാഡൽഫിയയുടെ ക്രീം ചീസാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ചീസ് ഉള്ളത് അത് കംപ്ലീറ്റ് ആ ചീസ് തന്നെ ചേർക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ അത് കംപ്ലീറ്റ് തികയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ചീസും കൂടെ മിക്സാക്കിയത്. ഇനി നമുക്ക് പാനിലേക്ക് അതിന് അസംബിൾ ചെയ്യാം. ആദ്യം ഞാൻ ഡോ കുറച്ച് ബട്ടർ പാനിലേക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും അടിഭാഗം പരന്ന ഒരു പാത്രം വെച്ചിട്ടാണെങ്കിൽ അതിനെ പ്രസ് ചെയ്ത് ഒരു ഫ്ലാറ്റാക്കി മാറ്റിയതിന് ശേഷം അതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഡോയും കൂടെ അതിൻ്റെ മുകളിലിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് നമുക്കിനി അതിന് ആ പാനിൽ വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇനി ഒരു 15 to 20 മിനിറ്റ്സ് അത്രയും നേരമാണ് നമുക്ക് വെക്കേണ്ടത്. ശ്രദ്ധിക്കണം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാരണം പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. അത് കാരണമാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടാൻ പറഞ്ഞത്. ഞാൻ അതേ സമയം തന്നെ ഷുഗർ സിറപ്പ് ആക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് 1 കപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ അപ്പുറത്ത് കുനാഫ റെഡി ആകുന്നുണ്ട്. കുനാഫ ആദ്യം തന്നെ അതിൻ്റെ സൈഡ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ക്രിസ്പി ആയിട്ട് ആയി തുടങ്ങുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അടിഭാഗം കുക്കായി വന്നിട്ടുണ്ട് എന്നതാ. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, ക്രിസ്പി ആയിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി. അതിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ പാനിൽ നിന്നും ഈ പാനിലേക്ക് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പം ചെറുതായിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഇനി നമുക്ക് അതിനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം പാനിന് ചൂടുണ്ടായിരിക്കണം. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൈ പൊള്ളാണ്ടൊന്ന് ശ്രദ്ധിച്ചോളണം. അപ്പം നമുക്കിനി ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനാണെങ്കിൽ ആ പാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഈസിയാണ് ചെയ്യാൻ. നമ്മൾ പറയുന്ന പോലെ ഒരു കോംപ്ലിക്കേഷനുള്ള കാര്യമൊന്നുമില്ല.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ആ സൈഡും നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം. അതിന് കുറച്ച് നേരത്തെ കൂടിപ്പോൾ ഒരു 5 to 10 മിനിറ്റ്സ് അത് വേണ്ടി വരുള്ളൂ. ഓൾറെഡി പാൻ ചൂടായിരിക്കുന്നതാണല്ലോ, തവ ചൂടായിരിക്കുന്നതാണ്. അപ്പം ഇത് ഓൾമോസ്റ്റ് ഇത് നമുക്ക് നോക്കിയാൽ ഇങ്ങനെ കാണാം, സൈഡിലൊക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. ദെൻ ബ്രൗൺ കളറിൽ. അപ്പോൾ 2 സൈഡും കുക്കായി. നമുക്കൊരു പ്ലേറ്റിലേക്ക് തന്നെ ഫ്ലിപ്പ് ചെയ്യാം. ഇത് നമ്മൾ ഫ്ലിപ്പ് ചെയ്തെടുത്ത് ചൂടോടെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇനി അതും മധുരം എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഓവർ മധുരമാണെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ക്രിസ്പിയാണ്. ഇനി ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നട്ട്സോ പിസ്താഷ്യോ എന്തെങ്കിലും ഇട്ട് ഗാർണിഷ് ചെയ്ത് കഴിക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്നും ചേർത്തിട്ടില്ല. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നല്ല വീഡിയോകളുമായി വരുന്നതായിരിക്കും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.